ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. കുറേ കാലമായി ഇത് കഴിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഹോട്ടലിൽ പോയിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവോ, ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയാത്തത് കൊണ്ടും ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ടും നമ്മുടെ ടേസ്റ്റിന് പറ്റുമോ അറിയാത്തതുകൊണ്ടും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇപ്പോൾ മോന് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനം വേണമെന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചതാണ്. അപ്പം നമ്മൾ 150 ഗ്രാം പാസ്തയാണ് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. പൊളിഞ്ഞു പോയാലും നല്ലതായാലും കുറച്ചുണ്ടാക്കിയാൽ എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം 1 ലിറ്റർ വെള്ളം കടായിലേക്ക് ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ പാസ്ത കൊട്ടി കൊടുക്കുക. പാസ്ത കൊട്ടി കൊടുത്തിട്ട് തിള വരുന്ന സമയത്ത് നമ്മളത് ഫ്ലെയിം താഴ്ത്തി വയ്ക്കുക. കാരണം ഈ പാസ്തേൻ്റെ പാക്കറ്റിൽ 9 മിനിറ്റാണ് കുക്കിംഗ് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, പാക്കറ്റ് ഫോളോ ചെയ്യുന്നേ അത് തന്നെ. അപ്പോൾ അത് ആ പാസ്ത നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, 9 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനതൊരു ഓട്ടപാത്രത്തിലേക്ക് കൊട്ടി വെക്കുകയാണ്. വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിന് ശേഷം വെച്ചതിന് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഇടുന്നതിന് മുന്നേ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുമ്പോൾ ബട്ടർ കരിഞ്ഞു പോവില്ല, അതിനാണ് ഇത് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്, ആൽഫ്രഡോ പാസ്ത എന്നും പറയും, പിന്നെ വൈറ്റ് സോസ് പാസ്ത എന്നും പറയും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിയരുത്, തീ താഴ്ത്തി തന്നെ വെക്കുക. ശേഷം ഒരു മീഡിയം സവാള കുനുകുനാന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് കോണ്, ബ്രൊക്കോളി, മഷ്റൂം ഇതൊക്കെ വേണമെങ്കിലും ചേർത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ചെയ്യുക. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, പിന്നെ ഒരു ഇത്തിരി വളരെ ഒരു 4-5 കഷ്ണം ബോൺലെസ് ചിക്കൻ, കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് നമ്മുടെ ഒറിഗാനോ ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റ് നിങ്ങൾക്ക് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറയ്ക്കുക. എരിവ് കൂടുതൽ ഇഷ്ടമല്ല എന്നുള്ളവർ അതും കുറയ്ക്കുക. കുരുമുളക് പൊടി ക്രഷഡ് ആണെങ്കിൽ വളരെ നല്ലത്. ക്രഷഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഈ പാസ്തേൻ്റെ കളറിന് ചെറിയൊരു ഡിഫറൻസ് വരും, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നത്. ക്രഷഡ് ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കളർ ചേഞ്ച് വരില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ പൊടികൾ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി സെറ്റായി വരുമ്പോൾ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാന് കുറച്ച് ചെറുതായതുകൊണ്ട് ഇളക്കാൻ ഇത്തിരി പാടുണ്ട്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ അത് ഇളക്കി തീർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ പാൻ എടുത്താൽ നിങ്ങൾക്ക് ഇളക്കാൻ കുറച്ചുകൂടി ഉപകാരമായിരിക്കും. അപ്പം നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുക. കാരണം നമ്മൾ ഇതിപ്പോൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് വൈറ്റ് സോസാണ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു കടായി, നമ്മുടെ നേരത്തെ പാസ്ത വേവിച്ച കടായില്ല, അതേ കടായി അത് തന്നെ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും വെക്കുക. കുറച്ച് വലിയ പാത്രമായാൽ നല്ലത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ 2 ടീസ്പൂണ് മൈദ മാവ് ഇട്ട് കൊടുക്കുക. മൈദ മാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഈ കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടും. ഞാൻ ഈ സ്പാറ്റുല വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ഇളക്കി കുറച്ച് ഇതാവുന്ന സമയത്ത് ഒരു ക്രീം പരുവാവും. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഞാൻ ഈ ഒരു അളവിന് 200 മില്ലി പാലാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ആദ്യം തന്നെ ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒരു ക്രീം പരുവാകുമ്പോൾ കുറച്ചുകൂടി ഒഴിക്കുക. അങ്ങനെ ഒരു 2-3 തവണകളായിട്ട് ഒഴിച്ചൊഴിച്ച് അതൊരു ക്രീം പരുവത്തിൽ ആക്കിയെടുക്കുക. ശേഷം അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ ഉപ്പില്ല, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ സാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പ് അതനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ ചീസും ഇടും, ചീസിലും ഉപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഡിഷിലൊക്കെ ഉപ്പും എരിവൊന്നും ഒരുപാട് ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് നോക്കുക. വെള്ളം കുറവാണെങ്കിൽ നമ്മുടെ പാസ്ത വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലാന്ന് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ക്രീമിൻ്റെ ഒരു സോസിൻ്റെ പരുവം കറക്റ്റ് ആക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ശേഷം ഒരു 1/2 ടീസ്പൂണും കൂടി ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, നേരത്തെ ചേർത്തില്ലേ അതേ സംഭവങ്ങൾ തന്നെ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക വൈറ്റ് സോസിലും കൂടി. ശേഷം 2 സ്ലൈസ് ചീസാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. 3-4 സ്ലൈസ്
വരെ ചേർക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നമുക്ക് ചീസിൻ്റെ ഇത് ഒരുപാട് വരുന്നത് ഇഷ്ടമല്ല ടേസ്റ്റ്, അതുകൊണ്ട് ഞാനിവിടെ 2 സ്ലൈസ് മാത്രമേ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ പെട്ടെന്ന് മെൽട്ടായിട്ട് പോവും. അതിൽ ഉപ്പുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ചീസ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഉപ്പ് നോക്കിയതിന് ശേഷം പാസ്ത കൊട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചീസ് ഇട്ടിട്ട് ഇതാ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച പാസ്ത ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ചിലവർ ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെ ഒഴിക്കും. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കും. പാൽ ഒഴിച്ചാൽ അത് മതി. പിന്നെ ഒരുപാട് ക്രീമി ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഫ്രഷ് ക്രീമും വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇറ്റാലിയൻ ഡിഷാണ്. അവരിതുപോലെ കൂടുതൽ ചില്ലി ഫ്ലേക്സും അങ്ങനെയൊന്നും ചേർക്കില്ല. ഇറ്റാലിയൻ ഡിഷിനെ നമ്മളൊന്ന് നമ്മുടെ രീതിയിലേക്ക് ആക്കിയെടുത്ത പാസ്തയാണ് ഇതിരിക്കുന്നത്. പാസ്തയാണെങ്കിലും 10-30 ടൈപ്പുകൾ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ വളഞ്ഞ് കിടക്കുന്ന അത് മക്രോണി പാസ്തയും ഇത് പെന്നി പാസ്തയാണ്. മക്രോണി പാസ്ത ഞാൻ റെഡ് സോസിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഈ ഒരു പെന്നി പാസ്ത വൈറ്റ് സോസിൽ ഉണ്ടാക്കിയപ്പോൾ എന്തോ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്, അപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും എനിക്കും ഫാമിലിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ്, ഇതിൻ്റെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.